എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹിന്ദി ക്ലാസ്സിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചാപ്റ്റർ 11 ആണ്. ഇതിലെ നേക്ക പ്രയോഗമാണ്. ഈ ചാപ്റ്ററിലുള്ള ഭൂതകാൽ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ തുടങ്ങുന്നത് നേക്ക പ്രयोग. अध्याय 11 क्रिया के रूपांतर काल. नेका प्रयोग. ने विभक्ति भूतकाल में प्रयुक्त होता है. कर्तृवाच्य में यदि कोई सकर्मक क्रिया सामान्य, आसन्न, संदिग्ध या पूर्ण भूतकाल में हो तो उस क्रिया के कर्ता के साथ ने विभक्ति लगती है. ने विभक्ति ने का प्रयोग. ने विभक्ति भूतकाल में प्रयुक्त होता है. ने विभक्ति ഇത് ഭൂതകാലത്തിലാണ് ഉപയോഗിക്കുന്നത്. कर्तवाच्य यदि कोई सकर्मक क्रिया सामान्य, आसन्न, संदिग्ध या पूर्ण भूतकाल में हो. ये सामान्य भूतकाल, आसन्न भूतकाल, संदिग्ध भूतकाल या पूर्ण भूतकाल, इन 4 भूतकालों में क्रिया के कर्ता के साथ ने विभक्ति लगती है. ഈ 4 ഭൂതകാലത്തിൽ കർത്താവിനോട് കൂടെ നെ വിഭക്തി പ്രയോഗിക്കുന്നുണ്ട്. ഇനി നെ വിഭക്തി പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അതാണ് പറയാൻ പോകുന്നത്. ने विभक्ति लगते समय क्रिया कर्ता के लिंग वचन के अनुसार न बदलकर कर्म के लिंग वचन के अनुसार बदलती है. उदाहरण, राम ने पुस्तक पढ़ी, सीता ने कपड़े खरीदे. ने विभक्ति ഉപയോഗിക്കുമ്പോഴുള്ള മാറ്റം അത് ने विभक्ति लगते समय क्रिया कर्ता के लिंगवचन के अनुसार न बदलकर कर्म के लिंगवचन के अनुसार बदलती है. ने विभक्ति പ്രയോഗിക്കുമ്പോൾ ക്രിയ കർത്താവിൻ്റെ ലിംഗവചനത്തിനനുസരിച്ചിട്ടല്ല കർമ്മത്തിൻ്റെ ലിംഗവചനത്തിനനുസരിച്ചിട്ടാണ് മാറ്റം വരുന്നത് ക്രിയയിൽ. ഉദാഹരണം, രാമനെ പുസ്തക് പഠി. ഇവിടെ രാം എന്നുള്ളത് കർത്താവ്, പുസ്തക് എന്നുള്ളത് കർമ്മ, പഠി എന്നുള്ളത് ക്രിയ. അപ്പോൾ ഇവിടെ നെ പ്രയോഗിച്ചതുകൊണ്ടാണ് കർമ്മത്തിനനുസരിച്ചിട്ട് ക്രിയ മാറ്റം വന്നത്. കർമ്മ പുസ്തക് അത് അതിനനുസരിച്ചിട്ടാണ് അവിടെ പഠി എന്ന് മാറ്റം വന്നിട്ടുള്ളത്. അതുപോലെ സീതാനെ കപ്പടെ ഖരീദേ. ഇതിൽ സീത എന്നുള്ളത് കർത്താവ് നെ പ്രയോഗിച്ചിട്ടുണ്ട്. കപ്പടെ കർമ്മമാണ്, ഖരീദേ ക്രിയയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കർത്താവിനോട് കൂടെ നെ പ്രയോഗിച്ചതുകൊണ്ട് കർമ്മത്തിൻ്റെ ലിംഗവചൻ ഇതിനനുസരിച്ചിട്ടാണ് അവിടെ മാറ്റം വന്നിട്ടുള്ളത്. അടുത്തത്, वाक्य कर्म के न रहने अथवा कर्म के साथ को विभक्ति के लगने पर क्रिया हमेशा पुल्लिंग एकवचन में ही रहती है. वाक्य में कर्म के न रहने अथवा कर्म के साथ को विभक्ति के लगने पर സെൻറ്റൻസിൽ കർമ്മം ഇല്ല അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ കൂടെ കോ വിഭക്തി ഉണ്ടെങ്കിൽ ആ ക്രിയ എപ്പോഴും പുല്ലിംഗ ഏകവചനത്തിലായിരിക്കും. അതിന് എക്സാമ്പിളാണ് സീതാനെ ഖായ, ലഡ്കോനെ പട, മാംനെ ബച്ചോങ്കോ ഖിലായ. ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇത്രയും കാര്യങ്ങളാണ് നേക്ക പ്രयोग. നെ വിഭക്തി ഭൂതകാലത്തിലാണ് പ്രയോഗിക്കുന്നത്. ഇത് സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, സന്ദിഗ്ധ ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, ഈ 4 ഭൂതകാലത്തിലാണ് നെ പ്രയോഗിക്കുന്നത്. കർത്താക്കെ സാത്ത്. ഇനി നെ വിഭക്തി പ്രയോഗിക്കുമ്പോഴുള്ള മാറ്റം എന്ന് പറയുന്നത് നെ വിഭക്തി കർത്താവിനോട് കൂടെ പ്രയോഗിക്കുമ്പോൾ കർമ്മത്തിൻ്റെ ലിംഗവചൻ അതിനനുസരിച്ചിട്ടാണ് ക്രിയയിൽ മാറ്റം വരുന്നത്. പിന്നെ കർമ്മക്കെ സാത്ത് കോ വിഭക്തി, കർമ്മത്തിനോട് കൂടെ കോ വിഭക്തി ഉണ്ട് അല്ലെങ്കിൽ കർമ്മം ഒരു വാക്യത്തിൽ കർമ്മം ഇല്ല അങ്ങനെയാണെങ്കിലും ക്രിയ എപ്പോഴും പുല്ലിംഗ ഏകവചനത്തിലായിരിക്കും ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് നേക്ക പ്രയോഗ. അടുത്തത് വർത്തമാനകാൽ, പ്രസന്റ് ടെൻസ്. क्रिया के जिस रूप से आज के समय का बोध होता है उसे वर्तमान काल कहते हैं. इसके 3 भेद हैं: सामान्य वर्तमान काल, संदिग्ध वर्तमान काल, तात्कालिक वर्तमान काल या अपूर्ण वर्तमान काल. क्रिया के जिस रूप से आज के समय का बोध होता है. ക്രിയയുടെ ഈ രൂപത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് പ്രസന്റ് ടെൻസ്, ഒരു പ്രവൃത്തി ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതിനെ കാണിക്കാനാണ് വർത്തമാൻകാൽ. അതിനാണ് വർത്തമാൻകാൽ എന്ന് പറയുന്നത്.
ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്. സാമാന്യ വർത്തമാനകാൽ, संदिग्ध वर्तमान काल, तात्कालिक वर्तमान काल या अपूर्ण वर्तमान काल। सामान्य वर्तमान काल क्रिया का वो रूप जिससे सामान्य रूप से क्रिया का वर्तमान काल में होना पाया जाए या क्रिया का वो व्यापार जिससे जाना जाता है कि क्रिया का आरंभ वक्ता के बोलने के समय से हो रहा है। धातु के साथ पुरुष लिंगवचन के अनुसार ताहुम, तीहुम, तेहो, तीहो, ताहे, तेहे तथा तीहे जोड़ने से सामान्य वर्तमान काल बनता है। उदाहरण के लिए मैं पढ़ता हूँ, तुम सोते हो, लड़के खेलते हैं, लड़कियाँ नाचती है, लड़की नाचती है। सामान्य वर्तमान काल क्रिया का वो रूप जिससे सामान्य रूप से क्रिया का वर्तमान काल में होना पाया जाए। ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ക്രിയ വർത്തമാനകാലത്തിലാണ്, അതായത് പ്രസന്റ് ടെൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രവൃത്തി എന്ന് നമുക്ക് മനസ്സിലാവും. അത് ഇതിൽ धातु के साथ क्रिया धातुविनोട് കൂടെ ताहुम, तीहुम लिंग वचन के अनुसार पुरुष लिंग वचन के अनुसार तीहुम, तेहि, तीहो, ताहे, तेहै, तीहे ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചേർത്തിട്ടാണ് സാമാന്യ വർത്തമാനകാൽ ഉണ്ടാകുന്നത്. मैं पढ़ता हूँ, उदाहरण के लिए मैं पढ़ता हूँ, ഞാൻ പഠിക്കുന്നു. तुम सोते हो, लड़के खेलते हैं, लड़कियाँ नाचती है. ഇവിടെ ഖേൽ എന്നുള്ളത് പട് എന്നുള്ളതും ഖേൽ എന്നുള്ളതും സോ എന്നുള്ളത് ഇതെല്ലാം ക്രിയാധാതുവാണ്. ഇവിടെ ഇതിനോടെല്ലാം താഹും, തേഹോ, തേഹൈ, തീഹൈ ഇങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് സാമാന്യ വർത്തമാനകാൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്രിയാ ധാതു के साथ ക്രിയാ ധാതുവിനോട് കൂടെ പുരുഷ ലിംഗവചൻ ഇതിനനുസരിച്ചിട്ട് താഹും, തീഹ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടാണ് സാമാന്യ വർത്തമാനകാൽ ഉണ്ടാക്കുന്നത്. അടുത്തത് संदिग्ध वर्तमान काल. यह क्रिया का वो रूप जिससे वर्तमान काल में क्रिया के होने में संदेह पाया जाए. धातु के साथ पुरुष लिंगवचन के अनुसार ता होगा, ती होगी, ता होगा, ते होगे, ती होगी और ती होगी जोड़ने से संदिग्ध वर्तमान काल बनता है. एग्जाम्पल, मैं पढ़ता हूँगा, लड़का पढ़ता होगा, लड़के पढ़ते होंगे, लड़की पढ़ती होगी. संदिग्ध वर्तमान काल ഇവിടെ ഒരു ഡൗട്ടാണ്. यह क्रिया का वो रूप जिससे वर्तमान काल में क्रिया के होने में संदेह पाया जाए. ഇതിൽ ക്രിയ പ്രവൃത്തി വർത്തമാനകാലത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും എന്നാണ് ഇതിൽ പറയുന്നത്. അവിടെ ഒരു ഡൗട്ടാണ് പറയുന്നത്. അപ്പോൾ धातु के साथ पुरुष लिंगवचन के अनुसार ता होगा, ती होगी, ता होगा, ते होगे, ती होगी और ती होगी ഇതെല്ലാം ചേർത്തിട്ടാണ് संदिग्ध വർത്തമാനകാൽ ഉണ്ടാക്കുന്നത്. एग्जाम्पल, मैं पढ़ता हूँगा, लड़का पढ़ता होगा, लड़का पढ़ता होगा ആൺകുട്ടി പഠിക്കുന്നുണ്ടാകും. അതുപോലെ ലड़के पढ़ते होगे ആൺകുട്ടികൾ പഠിക്കുന്നുണ്ടാകും. ലड़की पढ़ती होगी പെൺകുട്ടി പഠിക്കുന്നുണ്ടാകും. അവിടെ ഒരു ഡൗട്ടാണ്, അതാണ് അങ്ങനെ പറയുന്നത് संदिग्ध വർത്തമാനകാൽ. നെക്സ്റ്റ് अपूर्ण वर्तमान काल. यह क्रिया का वो रूप जिससे यह मालूम हो कि क्रिया का व्यापार अभी जारी है. अपूर्ण या तात्कालिक वर्तमान काल इसे कहता है. धातु के साथ पुरुष लिंगवचन के अनुसार रहा हूँ, रही हूँ, रहे हो, रहा है, रही है तथा रही है जोड़ने से अपूर्ण वर्तमान काल बनता है. एग्जाम्पल के लिए, मैं जा रहा हूँ, लड़का जा रहा है, लड़की जा रही है, लड़के जा रहे हैं. अपूर्ण वर्तमान काल क्रिया का वो रूप जिससे यह मालूम होता है कि क्रिया का व्यापार अभी जारी है. एक वर्तमान काल क्रिया ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് വർത്തമാനകാലത്തിൽ ഈ ഒരു പ്രവൃത്തി അഭി ജാരി ഹെ, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. धातु के साथ क्रिया धातुविനോട് കൂടെ പുരുഷ ലിംഗവചൻ के अनुसार रहाहुം, रहीहुം, रहेहो ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ അപൂർണ വർത്തമാനകാൽ ഉണ്ടാക്കുന്നത്. ഉദാഹരണം, मैं जा रहा हूँ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. लड़का जा रहा है ആൺകുട്ടി പോയിക്കൊണ്ടിരിക്കുന്നു പോകുന്നു. लड़की जा रही है
പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇത്രയാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് भविष्यकाल फ्यूचर टेंस क्रिया के जिस रूप से आने वाले काल का बोध हो उसे भविष्यकाल कहते हैं. इसके दो भेद है, सामान्य भविष्यकाल, संभाव्य भविष्यकाल. ഫ്യൂച്ചർ ടെൻസ് ഒരു പ്രവൃത്തി ഫ്യൂച്ചറിൽ ഭാവിയിൽ നടക്കും എന്ന് കാണിക്കുന്നതിനാണ് ഭവിഷ്യത്കാൽ എന്ന് പറയുന്നത്. ഇതിന് രണ്ട് ഭാഗമാണുള്ളത്, സാമാന്യ ഭവിഷ്യത്കാൽ, സംഭാവ്യ ഭവിഷ്യത്കാൽ. सामान्य भविष्यकाल ये क्रिया का वो रूप है जिसके द्वारा आने वाले समय में किसी क्रिया के होने का पता चले. धातु के साथ पुरुषलिंग वचन के अनुसार उनका, उनकी, ओके, ओकी, एका, एकी, एके तथा एकी जोड़ने से सामान्य भविष्यकाल कहते हैं. मैं उदाहरण, मैं जाऊंगा, लड़की जाएगी, लड़का जाएगा, लड़के जाएंगे. सामान्य भविष्यकाल ഇതിലൂടെ ये क्रिया का वो रूप है जिसके द्वारा आने वाले समय में किसी क्रिया के होने का पता चले. ഇതിൽ ക്രിയാധാതുക്കെ സാത്ത് ക്രിയാധാതുവിനോട് കൂടെ പുരുഷലിംഗ് വച്ചൻ ഇതിനനുസരിച്ചിട്ട് ഊങ്ക, ഊങ്കെ, ഊങ്കി, ഓക്കെ, ഓക്കി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടാണ് സാമാന്യ ഭവിഷ്യത്കാലം ഉണ്ടാക്കുന്നത്. ഉദാഹരണം, മേ ജാവുങ്ക, ഞാൻ പോവും, ലഡ്കി ജായേഗി, പെൺകുട്ടി പോകും, ലഡ്ക ജായേഗ, ആൺകുട്ടി പോകും, ലड़के जाएंगे, ആൺകുട്ടികൾ പോകും. ഇതാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് संभाव्य भविष्यकाल क्रिया के जिस रूप से क्रिया व्यापार के भविष्यकाल में होने की संभावना पाई जाए उसे संभाव्य भविष्यकाल कहते हैं. सामान्य भविष्यकाल के रूप से गा, गे, गी आदि अलग कर देने से संभाव्य भविष्यकाल बनते हैं. उदाहरण के लिए, ईश्वर हमारी रक्षा करे, क्या मैं अंदर आऊँ. ഇതിൽ സംഭാവ്യ ഭവിഷ്യത്കാലം ഇവിടെ പോസിബിലിറ്റിയാണ്. ഒരു ക്രിയ, ഒരു പ്രവൃത്തി ഭാവിയിൽ അത് ഫ്യൂച്ചറിൽ അത് നടക്കും എന്ന പോസിബിലിറ്റി, സാധ്യതയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് സംഭാവ്യ ഭവിഷ്യത്കാലം എന്ന് പറയുന്നത്. ഇതിൽ ക്രിയാധാതുവിനോട് കൂടെ ഗ, ഗെ, ഗി, അതായത് സാമാന്യ ഭവിഷ്യത്കാൽ ക്രിയ അതിനോട് കൂടെ നമ്മൾ ചേർത്തിരുന്ന ഗ, ഗെ, ഗി ഇതിൽ നിന്ന് മാറ്റിയാൽ കിട്ടുന്ന രൂപമാണ് സംഭാവ്യ ഭവിഷ്യത്കാലം എന്ന് പറയുന്നത്. ഉദാഹരണം, ഈശ്വർ ഹമാരി രക്ഷാ കരേ, ക്യാ മേ അന്തർ ആവൂ. ഇതൊക്കെയാണ് എക്സാമ്പിൾ. ഇവിടെ ആജ്ഞ, അനുവാദം, അതേപോലെ സംശയം, ആശീർവാദം ഇതൊക്കെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. ഈശോ ഹമാരി രക്ഷാ കരേ, ഈശ്വരൻ നമ്മളെ രക്ഷിക്കട്ടെ. അതേപോലെ ക്യാ മേ അന്തർ ആവൂ, ഇതൊക്കെ ഇവിടെ പെർമിഷനാണ്, അനുവാദം. ഇതാണ് സംഭാവ്യ ഭവിഷ്യത്കാൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് अध्याय 12 क्रिया के रूपांतर, प्रकार या अर्थ और वाच्य. क्रिया के उस रूपांतर को प्रकार या अर्थ कहते हैं जिससे विधान करने की रीति जानी जाती है. हिंदी में क्रियाओं के मुख्य 3 अर्थ होते हैं, निश्चयार्थ, संभावनार्थ, विद्यार्थ या प्रवर्तनार्थ. क्रिया के रूपांतर, प्रकार या अर्थ और वाच्य. क्रिया के उस रूपांतर को प्रकार कहते या अर्थ कहते हैं. ക്രിയയുടെ ഈ മാറ്റത്തിനാണ് പ്രകാർ അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത്. ഇതിലൂടെ ഒരു ക്രിയ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഹിന്ദി में क्रियाओं के मुख्य 3 अर्थ हैं, वो है निश्चयार्थ, संभावनार्थ, विद्यार्थ या प्रवर्तनार्थ. फर्स्ट, निश्चयार्थ. क्रिया के जिस रूप से किसी विधान का निश्चय जाना जाए उसे निश्चयार्थ कहते हैं. सामान्य वर्तमान, अपूर्ण वर्तमान, सामान्य भूत, आसन्न भूत, पूर्ण भूत तथा सामान्य भविष्य की क्रियाएं इसके अंतर्गत आते हैं. उदाहरण, बच्चा सोता है, बच्चा सो रहा है, बच्चा सोया, बच्चा सोएगा. फर्स्ट, निश्चयार्थ. क्रिया के जिस रूप से किसी विधान का निश्चय जाना जाए उसे निश्चयार्थ कहते हैं.
सामान्य वर्तमान, अपूर्ण वर्तमान, सामान्य भूत, आसन्न भूत, पूर्ण भूत तथा सामान्य भविष्यത്ത് ഈ ക്രിയകളൊക്കെ ഇതിലാണ് വരുന്നത്. ഉദാഹരണം ബച്ച സോത്താ ഹെ, ഇത് സാമാന്യ വർത്തമാൻ കാൽ ബച്ച സോ രഹാ ഹെ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് താത്കാലിക് വർത്തമാൻ കാൽ बच्चा सो रहा है, यह अपूर्ण वर्तमान काल. यह इसी प्रकार बच्चा सोया ഭൂതകാൽ, ബച്ച സോയേക ഭവിഷ്യത്കാൽ, ഇതെല്ലാം ഇതിലാണ് വരുന്നത്. അതുപോലെ സംഭാവനാർത്ഥ क्रिया के जिस रूप से संभावना, अनुमान, इच्छा, कर्तव्य या संदेह पाए जाए उसे संभावनार्थ कहते हैं. संदिग्ध भूत, हेतु, हेतुमत भूत, संदिग्ध वर्तमान तथा संभाव्य भविष्य की क्रियाएं इसके अंतर्गत आती है. जैसे हो सकता है उसे स्मरण नहीं रहा, ഇവിടെ संभावना, भगवान तुम्हें चिरंजीव बनाए, इच्छा, हमें बड़ों का आदर करना चाहिए, कर्तव्य, न जाने वर्षा होगी या नहीं, यहाँ संदेह है. नेक्स्ट संभावनार्थ क्रिया के जिस रूप से संभावना, अनुमान, इच्छा, कर्तव्य या संदेह, ക്രിയയുടെ ഈ രൂപം ഇതിൽ സംഭാവന പോസിബിലിറ്റി ആണ്. ഇവിടെ കുറേ ഇച്ഛ, കർത്തവ്യ, സന്ദേഹ ഇതൊക്കെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെയാണ് സംഭാവനാർത്ഥ എന്ന് പറയുന്നത്. ഇതിൽ സന്നിഗ്ധ ഭൂത്, ഹേതു, ഹേതുമത് ഭൂത്, സന്ദിഗ്ധ വർത്തമാൻ, അതേപോലെ സംഭാവ്യ ഭവിഷ്യ, ഇതെല്ലാം ഈ ക്രിയകളൊക്കെ ഇതിലാണ് വരുന്നത്. ഉദാഹരണം ഹോ സക്താ ഹെ ഉസേ സ്മരൺ നഹി രഹ, ഇവിടെ സംഭാവനയാണ്, പോസിബിലിറ്റിയാണ് ഇവിടെ പറയുന്നത്. അതേപോലെ ഭഗവാൻ തുമേ ചിരഞ്ജീവ് ബനായെ, ഇതിൽ ഇച്ഛ ആഗ്രഹമാണ്. ഭഗവാൻ തുമേ ചിരഞ്ജീവ് ബനായെ, ഈശ്വരൻ നിന്നെ ചിരഞ്ജീവിയാക്കട്ടെ എന്ന് പറയുന്നത്. ഹമേ ബഡവും കാ ആദർ കർണാ ചാഹിയെ, ഇതുപോലെ ഹമേ ബഡവും കാ ആദർ കർണാ ചാഹിയെ, ഇവിടെ കർത്തവ്യമാണ്, മുതിർന്നവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ ന ജാനെ വർഷ ഹോഗിയ നഹി, ഇവിടെ സന്ദേഹമാണ്, ഡൗട്ടാണ്. ന ജാനെ വർഷ ഹോഗിയ നഹി, അറിയില്ല, ചിലപ്പോൾ മഴ പെയ്യാണ്ടിരിക്കാനും മതി, മഴ ഉണ്ടാവോ ഇല്ലയോ എന്നറിയില്ല, ഇവിടെ സന്ദേഹം, ഡൗട്ടാണ്. ഇതാണ് സംഭാവനാർത്ഥ എന്ന് പറയുന്നത്. നെക്സ്റ്റ് विद्यार्थी या प्रवर्तनार्थ क्रिया के जिस रूप से किसी कार्य के लिए आज्ञा, प्रार्थना, अनुमति, प्रश्न, उपदेश आदि पाए जाए उसे विद्यार्थ कहते हैं. इसको दो भेद है, प्रत्यक्ष विधि और परोक्ष विधि. विद्यार्थ या प्रवर्तनार्थ क्रिया के जिस रूप से किसी कार्य के लिए, ക്രിയയുടെ രൂപം ഇതിലൂടെ ആജ്ഞ, പ്രാർത്ഥന, അനുമതി, പ്രശ്ന, ഉപദേശം ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ട് ഭേദങ്ങളാണുള്ളത്, പ്രത്യക്ഷ വിധി ഓർ പരോക്ഷ വിധി. ഇതിൽ പ്രത്യക്ഷ വിധി എന്ന് പറയുന്നത് ജിസ് ക്രിയാ से आज्ञा, प्रार्थना आदि का प्रत्यक्ष रूप से बोध होता है उसे प्रत्यक्ष विधि कहते हैं. एग्जाम्पल तू चल, तुम चलो, आप चलिए. ഇതിൽ പ്രത്യക്ഷ വിധി എന്ന് പറയുന്നത് പ്രത്യക്ഷ രൂപത്തിൽ ആജ്ഞ, അനുമതി, പ്രാർത്ഥന, ഉപദേശം, ഇതിൽ പ്രത്യക്ഷ പ്രാർത്ഥന ആദി ഇതെല്ലാം പ്രത്യക്ഷ രൂപത്തിൽ പറയുന്നതാണ്. അതാണ് പ്രത്യക്ഷ വിധി എന്ന് പറയുന്നത്. തും ചലോ, നിങ്ങൾ നടക്കൂ, തും ആപ് ചലിയേ, താങ്കൾ നടന്നാലും, ഇതൊക്കെ പ്രത്യക്ഷമായിട്ട് പറയുന്നതാണ് കാര്യങ്ങൾ. പരോക്ഷ വിധി അതുപോലെ പരോക്ഷമായിട്ട് പറയുന്നത് ജിസ് ക്രിയാസെ ആജ്ഞ ആദി का पालन आगे को परोक्ष रूप में हो उसे परोक्ष विधि क्रिया कहते हैं. ഉദാഹരണം ചിന്ത ന കർണ ആനന്ദ സെ രഹന, ഇത് പരോക്ഷമായിട്ട് പറയുന്നതാണ്. ഇത്രയാണ് अर्थ के आधार पर क्रियाओं के मुख्य तीन अर्थ या प्रयोग के आधार पर प्रकार मुख्य हिंदी में क्रियाओं के मुख्य तीन अर्थ होते हैं. वो है निश्चयार्थ, संभावनार्थ, विद्यार्थी या प्रवर्तनार्थ. ये है. नेक्स्ट विधि क्रिया बनाने के नियम. प्रत्यक्ष विधि. मध्यम पुरुष तू के आगे धातु का प्रयोग करते हैं. एग्जाम्पल तू आ, तू चल.
മധ്യം പുരുഷ ആയിട്ടുള്ള തു കർത്താവായിട്ട് പ്രയോഗിക്കുമ്പോൾ നമ്മൾ ക്രിയാധാതുവാണ് അവിടെ പ്രയോഗിക്കുന്നത്. ഉദാഹരണം തു ആ, തു ചൽ, തു ലി, തു പഡ്, ഇവിടെയൊക്കെ ക്രിയാധാതുവാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ മധ്യം പുരുഷ തും കെ അന്തമേ ഓ ജോഡ ജാത്ത ഹെ. അതുപോലെ മധ്യം പുരുഷ തും കർത്താവായിട്ട് പ്രയോഗിക്കുമ്പോൾ നമ്മൾ ക്രിയയുടെ കൂടെ ഓ പ്രയോഗിക്കുന്നു. അവിടെ എക്സാമ്പിൾ തും ജാവോ, തും പഠോ, തും ലിഖോ, ഇതെല്ലാം ലാസ്റ്റ് ഓ ആണ് വരുന്നത്. അതുപോലെ മധ്യം പുരുഷ് ബഹുവചൻ ആപ്പ്, ഇതിൻ്റെ കൂടെ നമ്മൾ അന്തമേ ഇയെ, അവസാനം നമ്മൾ ആപ്പ് കർത്താവായിട്ട് വരുമ്പോൾ ക്രിയയുടെ കൂടെ നമ്മൾ ഇയെ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ആപ്പ് ചലിയെ ഇങ്ങനെയാണ് വരുന്നത്. उत्तम पुरुष और अन्य पुरुष विधि के ही रूप होते हैं जो संभाव्य भविष्य काल के हैं, वो जैसे मैं जाऊँ वे चले. उदाहरण नेक्स्ट वाच्य वॉइस. वाच्य क्रिया के जिस रूपांतर से ये ज्ञात हो कि वाक्य में क्रिया के विधान का मुख्य विषय कर्ता है, कर्म है, भाव है, उसे वाच्य कहते हैं. इसके 3 भेद है. वाच्य क्रिया के जिस रूपांतर से यह ज्ञात होता है कि वाक्य में क्रिया के विधान का मुख्य विषय कर्ता है, कर्म है, भाव है और वाच्य यह है, कर्म है और यह भाव है, यह है वाच्य. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ക്രിയ, അതിലെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ്, ഒരു വാക്യം, അതിലെ ക്രിയയുടെ മുഖ്യ വിധാൻ എന്ന് പറയുന്നത്, മുഖ്യ വിഷയം എന്ന് പറയുന്നത് കർത്താവാണോ, കർമ്മമാണോ, ഭാവമാണോ, ഇതിലേതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനാണ് വാച്യം എന്ന് പറയുന്നത്. ഇതിന് 3 ഭാഗമാണുള്ളത്: കർത്തൃവാച്യ, കർമ്മവാച്യ और ഭാവവാച്യ. കർത്തൃവാച്യ एक्टिव वॉइस. कर्तृवाच्य में क्रिया द्वारा किए गए विधान का मुख्य विषय कर्ता होता है. इसमें क्रिया का सीधा संबंध कर्ता से होता है और क्रिया के लिए वचन भी कर्ता के अनुसार होते हैं. उदाहरण के लिए लड़का गेंद खेलता है, लड़के गेंद खेलते हैं, लड़की गेंद खेलती है. कर्तृवाच्य एक्टिव वॉइस. ഇതിലെ കർത്തൃവാച്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് മുഖ്യ വിഷയം കർത്താവാണ് എന്നുള്ളതാണ്. ഇതിൽ കർത്താവിനാണ് ഇമ്പോർട്ടൻസ്. ക്രിയയ്ക്ക് ഡയറക്റ്റ് ബന്ധമുള്ളത് കർത്താവുമായിട്ടാണ്. ക്രിയാക്കലെ വചൻ ബി കർത്താക്ക് അനുസാർ ഹോത്തെ ഹെ ഇങ്ങനെയാണ് പറയുന്നത്. ലഡ്ക ഗേന്ദ് ഖേൽത്താ ഹെ. ഉദാഹരണം ലഡ്ക ഗേന്ദ് ഖേൽത്താ ഹെ. ഇവിടെ കർത്താവ് ലഡ്ക ആണ്, അതുകൊണ്ട് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ക്രിയയിൽ മാറ്റം വന്നിട്ടുള്ളത്. ഖേൽത്താ ഹെ. ലഡ്ക എന്നുള്ളത് പുല്ലിംഗ് ബഹുവചനാണ്, അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ക്രിയയിൽ ഖേൽത്തേ ഹൈ. ലഡ്കി ഗേന്ദ് ഖേൽത്തി ഹെ. ലഡ്കി എന്നുള്ളത് സ്ത്രീലിംഗ് ഏകവചനാണ്, അതിനനുസരിച്ചിട്ട് ഇവിടെ ഖേൽത്തി ഹെ എന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് कर्मवाच्य. कर्मवाच्य पैसिव वॉइस. कर्मवाच्य में कर्म की प्रधानता होती है. क्रिया का संबंध कर्म से होता है और उसके लिंग वचन आदि के अनुसार आदि भी कर्म के अनुसार होते हैं. उदाहरण के लिए मुझसे कपड़ा सिया जाता है, मुझसे कपड़े सिए जाते हैं, मुझसे धोती सी जाती है. നെക്സ്റ്റ് കർമ്മവാച്യമാണ്. ഇതിൽ കർമ്മത്തിനാണ് ഇമ്പോർട്ടൻസ്. ക്രിയ ബന്ധപ്പെട്ടിരിക്കുന്നത് കർമ്മമായിട്ടാണ്. അതുപോലെ उसके लिंग वचन के अनुसार कर्म आदि भी कर्म के अनुसार. അതുപോലെ ക്രിയയുടെ ലിംഗവചനം ഇതെല്ലാം കർമ്മത്തിനനുസരിച്ചിട്ടാണ്. ഉദാഹരണം മുझसे कपड़ा सिया जाता है, मुझसे कपड़े सिए जाते हैं, मुझसे धोती सी जाती है. ഇവിടെ എല്ലാം കർമ്മത്തിനനുസരിച്ചിട്ടാണ് ക്രിയയിൽ മാറ്റം വന്നിട്ടുള്ളത്. यहाँ कपड़ा, कपड़े और धोती कर्म है और उन्हीं के अनुसार सिया जाता है, सिए जाते हैं, सी जाती क्रियाएं हैं. कर्मवाच्य केवल सकर्म क्रियाओं में होता है. ഈ കർമ്മവാച്യ എപ്പോഴും സകർമ്മ ക്രിയയിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ इस प्रकार के वाक्यों में कर्म होना अनिवार्य है. कर्म होना अनिवार्य है. कर्मवाच्य में कर्ता में करण कारक होता है या कर्ता के साथ द्वारा शब्द जोड़ दिया जाता है. उदाहरण के लिए राम से पुस्तक पढ़ी जाती है, बच्चों द्वारा दूध पिया जाता है. ഇവിടെ കർത്താവിനോട് കൂടെ സേ പ്രത്യയം ചേർക്കും. അതേപോലെ തന്നെ ഈ ക്രിയയുടെ സാമാന്യ ഭൂതകാല രൂപം ആയിട്ടുള്ള ജാന, ആ ക്രിയയുടെ രൂപം ചേർക്കുന്നുണ്ട് ഈ
കർമ്മവാച്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ ബച്ചോം ഉദാഹരണം രാം സെ പുസ്തക് പഠി ജാതി ഹെ. ഇവിടെ രാം എന്നുള്ള കർത്താവ് അതിനോട് കൂടെ സെ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുസ്തക് കർമ്മ ആണ് പഠി ജാതി ഹെ. അപ്പോൾ ഇതിന് പുസ്തക് എന്നുള്ളതിന് പഠി ജാതി ഹെ. അവിടെ പുസ്തകം എന്നുള്ളത് സ്ത്രീലിംഗാണ്, അതിനനുസരിച്ചിട്ടാണ് പുസ്തകം എന്നുള്ള കർമ്മ. അപ്പോൾ അത് സ്ത്രീലിംഗാണ്, അതിനനുസരിച്ചിട്ടാണ് പഠി എന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ജാതി ഹെ ജാ ക്രിയയുടെ രൂപമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ബച്ചോं द्वारा दूध पिया जाता है उसी प्रकार. जब कर्म के साथ कोई विभक्ति हो तो क्रिया पुल्लिंग के एकवचन और अन्य पुरुष में ही रहती है. ഇനി കർമ്മത്തിനോട് കൂടെ കോ വിഭക്തി ഉണ്ട് എങ്കിൽ അത് ആ ക്രിയ എപ്പോഴും പുല്ലിംഗ ഏകവചനത്തിലായിരിക്കും. ഉദാഹരണം के लिए अध्यापक द्वारा बच्चों को पढ़ाया गया. ഇവിടെ എക്സാമ്പിൾ അധ്യാപക് ദ്വാര ബച്ചോं को पढ़ाया गया. ഇത് പുല്ലിംഗ ഏകവചനത്തിലാണ്. ബച്ചോം എന്നുള്ളത് ഇവിടെ കർമ്മമാണ്, ഇതിനോട് കൂടെ കോ വിഭക്തി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്രിയ പുല്ലിംഗ ഏകവചനത്തിലാണ്. പഠായ ഗയ എന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന് കൂടെ ദി കർമ്മ ക്രിയാओं के कर्मवाच्य में प्रधान कर्म ही क्रिया के विधान का मुख्य विषय बनता है. गौण कर्म ज्यों का त्यों रहता है. അടുത്തത് ദികർമ്മ ക്രിയ. ദികർമ്മ ക്രിയ എന്ന് പറയുന്നത് ഒരു ക്രിയ, അതിൽ രണ്ട് കർമ്മം ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചതാണ് ദികർമ്മ ക്രിയ എന്ന് പറയുന്നത്. അതാണ് ഇതിൽ മുഖ്യ കർമ്മ ഓർ ഗൗൺ കർമ്മമാണ്. മുഖ്യ കർമ്മം എന്ന് പറയുന്നത് ക്രിയയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് മുഖ്യ കർമ്മം എന്ന് പറയുന്നത്. ഇവിടെ കർമ്മവാച്യത്തിലും പ്രധാന കർമ്മ എന്ന് പറയുന്നത് ക്രിയാക്കെ വിധാനക്ക മുഖ്യ വിഷയം പ്രധാന കർമ്മമാണ്. അവിടെ ഗൗൺ കർമ്മ അങ്ങനെ തന്നെ നിൽക്കും. എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് നാനീനെ ബച്ചോं को കഹാനി സുനായി. ഇതിൻ്റെ കർമ്മവാച്യം ഇതാണ്. നാനി സെ ബച്ചോं को കഹാനി സുനായി ഗയി. നാനീനെ ബച്ചോं को കഹാനി സുനായി എന്നുള്ളത് കർത്തൃവാച്യം. അതിൻ്റെ കർമ്മവാച്യം ഇതാണ്. നാനി സെ, ഇവിടെ നാനി എന്നുള്ള കർത്താവിനോട് കൂടെ സെ ചേർത്തു. ബച്ചോं को കഹാനി സുനായി. ഇതിൽ രണ്ട് കർമ്മം ഇതിലുണ്ട്. ബച്ചോं को കഹാനി സുനായി. ബച്ചോം അതുപോലെ കഹാനി, ഇത് രണ്ടുമാണ് ഇതിലെ കർമ്മം. ഇതിലെ മുഖ്യ കർമ്മം എന്ന് പറയുന്നത് കഹാനി ആണ്. അപ്പം അത് സ്ത്രീലിംഗ് ആണ്. അപ്പം അത് ബച്ചോं को കഹാനി സുനായി ഗയി. അതിനനുസരിച്ചിട്ട് ക്രിയയിൽ മാറ്റം വന്നു. കഹാനി സുനായി എന്ന് എഴുതി ഗയി. ഈ ജാ ക്രിയയുടെ രൂപമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പം കഹാനി സുനായി ഗയി എന്നാണ് പറയുന്നത്. नेक्स्ट भाववाच्य इम्पर्सनल वॉइस. इसमें भाव की प्रधानता होती है, कर्ता या कर्म की नहीं. यह कर्म क्रियाओं से ही बनता है. इसमें क्रिया सदा ही पुल्लिंग प्रथम पुरुष और एकवचन में रहती है और वो निषेधार्थ का प्रतिपादन करती है. मुझसे सोया नहीं चाहता, मुझसे खेला नहीं चाहता, मुझसे बैठा नहीं चाहता, लड़कियों से चला नहीं चाहता. यह है भाववाच्य. इसमें भाव की प्रधानता होती है, കർത്തായോ കർമ്മക്കോ നഹി. ഇതിൽ ഭാവത്തിനാണ് ഇമ്പോർട്ടൻസ്, കർത്താവിനോ കർമ്മത്തിനോ അല്ല. പിന്നെ അകർമ്മ ക്രിയയിൽ നിന്നാണ് ഈ ഭാവവാച്യം ഉണ്ടാക്കുന്നത്. ഇവിടെ എപ്പോഴും ഒരു നിഷേധാർത്ഥക പ്രതിപാദനം, എപ്പോഴും ഒരു നിഷേധാർത്ഥത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഉദാഹരണം മുജ്സെ സോയാ നഹി ചാത്ത, മുജ്സെ ഖേലാ നഹി ചാത്ത, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊന്നും എല്ലാം ഒരു നിഷേധാർത്ഥാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഭാവവാച്യം എന്ന് പറയുന്നത്. ഇനി कर्तवाच्य से कर्मवाच्य बनाने की रीति. कर्तवाच्य की क्रियाओं को सामान्य भूत के रूप में लाकर उसके साथ काल, पुरुष, लिंग और वचन के अनुसार जा क्रिया के रूप जोड़ने से सकर्म कर्तवाच्य से कर्मवाच्य और अकर्म कर्तवाच्य से भाववाच्य क्रिया बनती है. ഇനി കർത്തൃവാച്യത്തിൽ നിന്ന് കർമ്മവാച്യം ഉണ്ടാക്കുന്നതിനുള്ള നിയമം അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. കർത്തവാച്യക്ക് ക്രിയാക്കോ സാമാന്യ ഭൂതകാലത്തെ രൂപമേ ലാക്കാർ. അപ്പോൾ കർത്തൃവാച്യത്തിലെ ക്രിയയെ നമ്മൾ ആദ്യം സാമാന്യ ഭൂതകാലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനോടുകൂടെ പുരുഷ, കാൽ, ലിംഗ്, വചൻ ഇതിനനുസരിച്ചിട്ട് ജാ ക്രിയയുടെ രൂപം ചേർത്ത് കൊടുക്കുക. അങ്ങനെയാവുമ്പോൾ ജാ ക്രിയയുടെ രൂപം ചേർത്ത് കൊടുത്തിട്ട് സകർമ്മ കർത്തവാച്യത്തിൽ നിന്ന് കർമ്മവാച്യവും അതുപോലെ അകർമ്മ കർത്തവാച്യത്തിൽ നിന്ന് ഭാവവാച്യവും ഉണ്ടാക്കുന്നു. സകർമ്മ കർത്തവാച്യത്തിൽ നിന്ന് കർമ്മവാച്യവും അകർമ്മ കർത്തവാച്യത്തിൽ നിന്ന് ഭാവവാച്യവും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സകർമ്മ കർത്തവാച്യ
ഇതിൽ നിന്നും കർമ്മവാച്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. രാംനെ പുസ്തക് പഠി, ഇത് കർത്തൃവാച്യമാണ്. ഇതിനെ നമുക്ക് കർമ്മവാച്യത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കർമ്മവാച്യം ഇതാണ്. രാം സെ പുസ്തക് പഠി ഗയി. കർമ്മവാച്യം രാം എന്നുള്ള കർത്താവിനോട് കൂടെ നമ്മൾ സേ ചേർത്ത് കൊടുക്കുന്നു. പുസ്തക് എന്നുള്ളതാണ് ഇവിടെ കർമ്മ. അതിൻ്റെ ലിംഗ് വചൻ അതിനനുസരിച്ചിട്ട് ക്രിയ പടി ഗയി എന്നാക്കി മാറ്റുന്നു. ഗയി എന്നുള്ള ജാ ക്രിയയുടെ രൂപമാണ് അവിടെ ചേർത്തിട്ടുള്ളത്. അതുപോലെ സീത, ഇവിടെ പുസ്തകം എന്നുള്ളത് സ്ത്രീലിംഗാണ്, അതുകൊണ്ടാണ് പടി ഗയി എന്നവിടെ പറയുന്നത്. പിന്നെ സീത ഫൽ ഖാത്തി ഹെ. നെക്സ്റ്റ് സീത ഫൽ ഖാത്തി ഹെ. ഇതിൻ്റെ കർമ്മവാച്യം സീത സെ ഫൽ ഖായ ചാത്ത ഹെ. ഇവിടെ സീത ഫൽ ഖാത്തി ഹെ ഇത് കർത്തൃവാച്യമാണ്. ഇതിൻ്റെ കർമ്മവാച്യം സീത സെ ഫൽ ഖായ ചാത്ത ഹെ. സീത എന്നുള്ളത് കർത്താവ്, ഇതിനോട് കൂടെ നമ്മൾ സേ ചേർത്ത് കൊടുക്കുന്നു. ഫൽ എന്നുള്ളത് ഒബ്ജക്റ്റ് കർമ്മമാണ്. ഇതിൽ ഖായ എന്നുള്ളത് ക്രിയ. ജാത്ത ഹെ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഫൽ എന്നുള്ളത് പുല്ലിംഗ് ഏകവചൻ ആണ്, അതുകൊണ്ട് അവിടെ ക്രിയ ഖായ എന്നാകുന്നു. ഖായ ജാത്ത ഹെ എന്നാണ് എഴുതുന്നത്. അതുപോലെ രാം റോട്ടി ഖാത്ത ഹെ ഇത് കർത്തൃവാച്യമാണ്. ഇതിൽ നിന്നും ഭാവവാച്യം രാം സെ റോട്ടി ഖായി ജാതി ഹെ. ഇവിടെ രാം എന്നുള്ളത് കർത്താവ്, കർത്താവിനോട് കൂടെ സേ ചേർത്തിട്ടുണ്ട്. റോട്ടി എന്നുള്ളത് കർമ്മമാണ്. റോട്ടി ഖായി ജാതി ഹെ എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഖായി ജാതി ഹെ എന്നിവിടെ വരാൻ കാരണം റോട്ടി എന്നുള്ള കർമ്മത്തിൻ്റെ ലിംഗ വചനം അനുസരിച്ചിട്ടാണ്. റോട്ടി എന്നുള്ളത് സ്ത്രീലിംഗ ഏകവചനാണ്, അതുകൊണ്ട് ഖായി എന്ന ക്രിയ ഖായി എന്നായി മാറുന്നു. ജാതി ഹെ ജാക്രിയയുടെ രൂപമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ജാതി ഹെ. നെക്സ്റ്റ് ലക്ഷ്മണനെ മേഘനാഥ് കോ മാറ. ലക്ഷ്മൺ സെ മേഘനാഥ് മാര ഗയ. ഇത്രയാണ് സകർമ്മ കർത്തൃവാച്യത്തിൽ നിന്ന് കർമ്മവാച്യം ഉണ്ടാക്കുന്നതിനുള്ള എക്സാമ്പിൾസ്. നെക്സ്റ്റ് അകർമ്മ കർത്തൃവാച്യ, ഇതിൽ നിന്നും ഭാവവാച്യം ഉണ്ടാക്കുന്നത്. അകർമ്മ ക്രിയയിൽ നിന്ന് മാത്രമേ ഭാവവാച്യം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് മൈ നഹി ബൈഠ. അകർമ്മ കർത്തൃവാച്യമാണ്, അതിൻ്റെ ഭാവവാച്യമാണ് മുജ്സെ ബൈഠ നഹി ചാത്ത. മേ നഹി ബൈഠ ഇത് അകർമ്മ കർത്തൃവാച്യമാണ്. ഇവിടെ അതിൻ്റെ ഭാവവാച്യമാണ് മുജ്സെ ബൈഠ നഹി ജാത്ത. രാധ ചുപ് നഹി രഹതി. രാധാ സെ ചുപ് നഹി രഹാ ജാത്ത. നെക്സ്റ്റ് രാധ ചുപ് നഹി രഹതി ഇത് അകർമ്മ കർത്തൃവാച്യമാണ്. ഇതിൻ്റെ ഭാവവാച്യമാണ് രാധാ സെ ചുപ് നഹി രഹാ ജാത്ത. അതുപോലെ മേ നഹി ജാത്ത മുജ്സെ നഹി ജായ ജാത്ത. ഘോഡ നഹി ചലത്ത ഇതിൻ്റെ ഭാവവാച്യമാണ് ഘോഡെ സെ നഹി നഹി ചലാ ജാത്ത. ഇത്രയാണ് വാച്യം. നെക്സ്റ്റ് അധ്യായം 13 क्रिया के रूपांतर लिंग वचन और पुरुष. लिंग के कारण क्रिया में रूपांतर होता है. इതൊക്കെ നമ്മൾ പഠിച്ചതാണ്. स्त्रीलिंग पुल्लिंग दो प्रकार के हैं लिंग. इसके कारण क्रिया में रूपांतर होता है. और वचन के कारण भी क्रिया में പരിവർത്തനം होता है. വചൻ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആണ്, നമ്മൾ പഠിച്ചതാണ്. ഏകവചൻ और ബഹുവചൻ ഇതിനനുസരിച്ചിട്ട് ക്രിയയിൽ മാറ്റം വരുന്നത് നമ്മൾ പഠിച്ചതാണ്. അതേപോലെ പുരുഷ തീൻ പുരുഷ ഉത്തം പുരുഷ മധ്യ പുരുഷ और अन्य പുരുഷ സർവനാം ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ക്രിയയിൽ മാറ്റം വരുന്നുണ്ട്. നെക്സ്റ്റ് പ്രയോഗമാണ്. वाक्य में क्रिया के लिंग वचन तथा पुरुष का अध्ययन को प्रयोग करता है. പ്രയോഗം എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് അതിൽ ക്രിയയുടെ ലിംഗ് വചൻ പുരുഷ് ഇതേക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നതിനെ ആണ് പ്രയോഗം എന്ന് പറയുന്നത്. क्रिया के लिंग वचन और पुरुष कहीं तो कर्ता के अनुसार होते हैं, कहीं कर्म के अनुसार, कहीं इन दोनों में किसी के अनुसार नहीं होती. इस प्रकार क्रियाओं का 3 प्रकार से प्रयोग होता है. ഇങ്ങനെ 3 രീതിയിലാണ് പ്രയോഗിക്കുന്നത് ക്രിയ ഒരു സെൻറ്റൻസിൽ. അതാണ് കർത്തരി പ്രയോഗ, കർമ്മണി പ്രയോഗ और भाव प्रयोग. कर्तरी प्रयोग क्रिया के जिस रूपांतर में लिंग वचन और पुरुष कर्ता के लिंग वचन और पुरुष के अनुसार होते हैं उसे कर्तरी प्रयोग कहते हैं. कर्तरी प्रयोग എന്ന് പറയുന്നത് ഇതാണ്. ക്രിയയുടെ ഇതിൽ ക്രിയയുടെ മാറ്റം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ലിംഗ് വചനം ഇതിനനുസരിച്ചിട്ടാണ്
ഇതിൽ കർത്താവിനാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ വോയിസ് വാച്ച് പഠിച്ചതുപോലെയാണ് ഇത്. വാച്ച് തന്നെയാണ് കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞാൽ, ഇതിനാണ് കർത്തരി പ്രയോഗം എന്ന് പറയുന്നത്. കർത്താവിനാണ് ഇമ്പോർട്ടൻസ്. अकर्म क्रियाओं के सभी कालों में तथा सकर्म क्रियाओं के अपूर्ण भूत हेतु हेतुमत भूत और वर्तमान तथा भविष्य काल के रूपों में कर्तवाच्य में कर्तरी प्रयोग होता है. इसमें कर्ता विपत्ति रहित है. उदाहरण राम पढ़ता है. इങ്ങനെ ഈ अकर्म क्रियाओं के सभी कालों, അതേപോലെ सकर्म क्रियाओं के अपूर्ण भूत हेतु हेतुमत भूत और वर्तमान काल भविष्यत काल, ഇതിലെല്ലാം കർത്തവാച്യ കർത്തരി പ്രയോഗം ഉണ്ടാകുന്നുണ്ട്. ഇതിൽ കർത്ത വിഭക്തി രഹിതമാണ്, വിഭക്തി ഇല്ല, കർത്താവിനോട് കൂടെ വിഭക്തി ഉണ്ടായിരിക്കില്ല. ഉദാഹരണമാണ് രാം പഠിത്താഹെ, ഇവിടെ കർത്താവിനോട് കൂടെ വിഭക്തി ഇല്ല. घोड़ा दौड़ा मैं लिखूँगा, राम बढ़ता है, वर्तमान काल, घोड़ा दौड़ा, भूतकाल मैं लिखूँगा, ये भविष्यत काल है. तीनों कालों में प्रयोग होते हैं. और नेक्स्ट कर्मणि प्रयोग, क्रिया के जिस रूपांतर में लिंग वचन और पुरुष कर्म के लिंग वचन और पुरुष के अनुसार होते हैं उसे कर्मणि प्रयोग कहते हैं. उदाहरण, ये दो प्रकार के होते हैं, कर्तृवाच्य कर्मणि प्रयोग और कर्मवाच्य कर्मणि प्रयोग. नेक्स्ट कर्मणि प्रयोग. कर्मणि प्रयोग ഇതിൽ कर्म के लिंग वचन के अनुसार ആണ് ക്രിയയിൽ മാറ്റം വരുന്നത്. ഇതിനാണ് കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത്. ഇത് രണ്ട് ടൈപ്പാണുള്ളത്, കർത്തൃവാച്യ കർമ്മണി പ്രയോഗവും കർമ്മവാച്യ കർമ്മണി പ്രയോഗമാണ്. अपूर्ण भूत और हेतु हेतुमत भूत को छोड़कर कर्तवाच्य की शेष संपूर्ण भूतकालिक क्रियाएं तथा कर्मवाच्य की सारी क्रियाएं कर्मणि प्रयोग में आती है. ഇതൊക്കെ കർമ്മണി പ്രയോഗത്തിലാണ് വരുന്നത്. അപൂർണ്ണ ഭൂത് ഹേതു ഹേതുമത് ഭൂത് ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ഭൂതകാല ക്രിയകളെല്ലാം കർമ്മവാച്യ ഇതിലാണ്. അതുപോലെ തന്നെ കർമ്മവാച്യക്ക് സാരി ക്രിയാएं कर्मणि प्रयोग में आती है. कर्तृवाच्य कर्मणि प्रयोग में कर्ता के साथ ने विभक्ति जुड़ती है तथा कर्मवाच्य कर्मणि प्रयोग में कर्ता के कर्तकारक कारक में होता है या उसके साथ के द्वारा शब्द जुड़ता है. उदाहरण, राम ने पुस्तक पढ़ी, गोपाल से ये चिट्ठी लिखी गई. कर्तृवाच्य कर्मणि प्रयोग में कर्ता के साथ ने विभक्ति जुड़ती है. कर्तृवाच्य कर्मणि प्रയോഗത്തിൽ കർത്താവിനോട് കൂടെ ने വിഭക്തി ചേർക്കുന്നുണ്ട്. അതേപോലെ കർമ്മവാച്യ കർമ്മണി പ്രയോഗത്തിൽ കർത്താവിനോട് കൂടെ സേ ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ കർത്താവിനോട് കൂടെ ദോര ചേർക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്. ഉദാഹരണം, രാമിനെ പുസ്തക പടി, ഇവിടെ കർത്താവിനോട് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതേപോലെ गोपाल से ഇത് കർത്തൃവാച്യ കർമ്മണി പ്രയോഗമാണ്. രാമനെ പുസ്തക പടി, गोपाल से ये चिट्ठी लिखी गई, ഇത് കർമ്മവാച്യ കർമ്മണി പ്രയോഗമാണ്. ഇതിനോട് കൂടെ കർത്താവിനോട് കൂടെ സേ ചേർത്തിട്ടുണ്ട്. नेक्स्ट भाव प्रयोगाണ്. क्रिया के जिस रूपांतर में क्रिया के लिंग वचन और पुरुष कर्ता या कर्म के अनुसार नहीं होते, जो सदा अन्य पुरुष लिंग वचन तथा एक वचन में रहती है, उसे भाव प्रयोग कहते हैं. ये तीन प्रकार के होते हैं, कर्तृवाच्य भाव प्रयोग, कर्मवाच्य भाव प्रयोग, भाववाच्य भाव प्रयोग है. നെക്സ്റ്റ് ഭാവ പ്രയോഗമാണ്. ഇത് ക്രിയയുടെ ഈ രൂപം, ഇതിൽ ഭാവത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് 3 ടൈപ്പാണ്, കർത്തവാച്യ ഭാവപ്രയോഗം, കർമ്മവാച്യ ഭാവപ്രയോഗം, ഭാവവാച്യ ഭാവപ്രയോഗം. ഇതാണ്. ഇതിൽ कर्तवाच्य भाव प्रयोग में सकर्म धातुओं में कर्ता और कर्म दोनों विभक्ति सहित होते हैं. ഇതിൽ कर्तवाच्य भाव प्रयोग सकर्म धातुओं में कर्ता और कर्म, ഇത് രണ്ടും കർത്താവും കർമ്മവും രണ്ടും വിഭക്തി സഹിത, വിഭക്തി രണ്ടിനോട് കൂടെ വിഭക്തി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അകർമ്മ ക്രിയാവുമേ കേവൽ കർത്താ ഹി വിഭക്തി സഹിത ഹോത്ത ഹൈ. അകർമ്മ ക്രിയയാണെങ്കിൽ അവിടെ കർത്താവ് മാത്രം ആയിരിക്കും, കർത്താവിനോട് മാത്രമായിരിക്കും വിഭക്തി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ कर्मवाच्य भाव प्रयोग में कर्म विभक्ति सहित होता है. कर्मवाच्य भाव और कर्ता प्रायः लुप्त रहता है. कर्मवाच्य भाव പ്രയോഗത്തിലാണെങ്കിൽ കർമ്മ ആണ് വിഭക്തി സഹിത, കർമ്മത്തിനോട് കൂടെയാണ് വിഭക്തി ഉണ്ടാകുന്നത്, കർത്ത അവിടെ ഉണ്ടായിരിക്കില്ല. ഭാവവാച്യക്ക് സമസ്ത ക്രിയയും ഭാവപ്രയോഗമേ ആती है. ഭാവവാച്യത്തിലെ എല്ലാ ക്രിയയും ഭാവപ്രയോഗ ഇതിലാണ് വരുന്നത്. उदाहरण, अध्यापक ने लड़कियों को पढ़ाया, इलाज के लिए
राम को लंदन भेजा गया, यहाँ पढ़ा नहीं जाता. ഇത്രയാണ് എക്സാമ്പിൾസ്. ഇത്രയും മതി. ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തന്നിട്ടുണ്ട്. നോട്ട്സ് നന്നായിട്ട് വായിച്ച് നോക്കണം, നന്നായിട്ട് പഠിക്കണം. ധന്യവാദം.